Hello dear students, representation of integers. Data representation എന്ന് പറഞ്ഞാൽ ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ വേ ഓഫ് റെപ്രസെന്റിങ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ ആണ്. ഞാൻ ടൈപ്പ് ചെയ്യുന്ന 25, ഞാൻ ടൈപ്പ് ചെയ്യുന്ന 34, അങ്ങനെയുള്ള ഓരോ നമ്പേഴ്സ് എങ്ങനെ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യാം, അതാണ് ആക്ച്വലി ഡാറ്റ റെപ്രസെന്റേഷൻ. അത് തന്നെ ഇൻറ്റീജർ റെപ്രസെന്റേഷൻ ഉണ്ട്, ഫ്ലോട്ടിംഗ് റെപ്രസെന്റേഷൻ ഉണ്ട്, ക്യാരക്ടർ റെപ്രസെന്റേഷൻ ഉണ്ട് അല്ലേ, അങ്ങനെ ഒരുപാട് റെപ്രസെന്റേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റെപ്രസെന്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. പെട്ടെന്ന് അത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം നോക്കാം. മെത്തേഡ്സ്, 3 മെത്തേഡ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ഈസ് ചൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എക്സാമ്പിളിലൂടെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ representation of integers, we have sign and magnitude method. ആദ്യം മെത്തേഡ് എന്താണെന്ന് പഠിക്കാം. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ സൈൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സൂചിപ്പിക്കാൻ. ഇപ്പോൾ ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ബിറ്റിനെ പറയുന്ന പേരാണ് സൈൻ ബിറ്റ് എന്ന് പറയും. സൈൻ ബിറ്റിനെ പിടിച്ചിട്ട് 0 ആക്കുക. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ സൈൻ ബിറ്റിനെ പിടിച്ചിട്ട് 1 ആക്കുക. യെസ്, ഇത്രയുള്ളൂ. മനസ്സിലായിണ്ടാവില്ല. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇന്ന പിടിച്ചോ, ഒരു നമ്പർ തന്ന് ഇപ്പം 25 തന്നു. 25ൻ്റെ ബൈനറി കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പം നമുക്ക് പോസിറ്റീവ് 25 എന്നാ പിടിച്ചോ. പ്ലസ് 35 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 35 ആയിക്കോട്ടെ. ആദ്യം കാണേണ്ടത് ബൈനറി കണ്ടുപിടിക്കാം. ബൈനറി ഓഫ് 35ൻ്റെ ബൈനറി കാണാനുള്ള ഷോർട്ട് കട്ടാണ്. അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ നമ്പർ ലാസ്റ്റിലുണ്ട്, ചോദിക്കാം. ഇപ്പം 32. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടിയാൽ ആ 35 കിട്ടാം? 32 വേണം, 2 വേണം, 1 വേണം, ബാക്കി ആരും വേണ്ട. അപ്പോൾ അതെല്ലാം 0 ഇടാം. 1 2 3 4 5 6 കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ടോട്ടൽ 8 ബിറ്റ് ആക്കുക. അതാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ പ്ലസ് 35 എങ്ങനെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ നമ്പറിനെ ഇതേപോലെ ഇങ്ങോട്ട് എഴുതാം. 1 1 0 0 1 1 കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8. ഈ ഫസ്റ്റ് ബിറ്റിനെ പറഞ്ഞ പേരാണ് സൈൻ ബിറ്റ്. ആ നമ്പർ എന്താ? 0 ആണ്. ആ 0 ആയാൽ അത് പോസിറ്റീവായി. എന്നാൽ -35 എങ്ങനെ ആയിരിക്കും കാണിക്കുക? എങ്ങനെ വരിക? ഈ 0 കൊടുത്ത് എന്താക്കുക? 1 ആക്കുക. അടിയിൽ വരക്കണം എന്നൊന്നുമില്ല, അത് കാണാൻ ലുക്കിന് വേണ്ടി ഞാൻ വരച്ചെന്നുള്ളൂ. ദാറ്റ്സ് ഓൾ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് തീർന്നു. ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ വൺസ് കോംപ്ലിമെന്റ് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? നമുക്ക് നോക്കി നോക്കാം. വൺസ് കോംപ്ലിമെന്റിൽ ചെയ്യേണ്ട പണി, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ആ തന്ന നമ്പർ തന്നെ ആയിരിക്കും അതിൻ്റെ പോസിറ്റീവ്, വേറെ ഒന്നും ചെയ്യേണ്ട. നെഗറ്റീവ് ആണെങ്കിൽ ചെയ്യേണ്ട പണി ബൈനറിയിലുള്ള എല്ലാ 0നെയും 1 ആക്കുക, 1നെ 0 ആക്കുക. റീപ്ലേസ് ഓൾ 0 by 1 ആൻഡ് 1 by 0. നോക്കി നോക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതേ നമ്പർ തന്നെ ഞാൻ പ്ലേസ് ചെയ്ത് പ്ലസ് 35 ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക്, ഫസ്റ്റ് ചെയ്യേണ്ട ടാസ്ക് ബൈനറി ഓഫ് 35 കാണാം. ബൈനറി ഓഫ് 35 ഞാൻ നേരത്തെ കണ്ടുവച്ച സ്ഥിതിക്ക് 1 0 0 0 1 1 ആണ്. അല്ലെങ്കിൽ ഏത് നമ്പർ തന്നാലും ആദ്യം ബൈനറി കാണാം. ഇനി പ്ലസ് 35 ആണ് ചോദിച്ചത് എങ്കിൽ പ്ലസ് 35ൻ്റെ വൺസ് കോംപ്ലിമെന്റ് എന്താ പറഞ്ഞത്? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങോട്ട് എഴുതാം. കൗണ്ട് ചെയ്ത് നോക്കുക. 8 എപ്പോഴും സ്റ്റാൻഡേർഡ് എടുക്കുക. 1 2 3 4 5 6 7 8. എന്നാൽ നെഗറ്റീവ് 35 ആണെങ്കിൽ എന്താ ചെയ്യാം? -35 ആണെങ്കിൽ റീപ്ലേസ് ഓൾ 0 by 1 ആൻഡ് 1 by 0. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? 1 1 0 1 1 1 0 0. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂസ് കോംപ്ലിമെന്റ്. അപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് അടിക്കുന്നുണ്ടാവും, സാറേ 8 അക്ക നമ്പർ വന്നാലോ? അങ്ങനെ വന്നാൽ നിങ്ങൾ അതിലേക്കൊന്ന് എക്സ്ട്രാ കയറ്റുക, ഒരു 16ലേക്കോ എന്തെങ്കിലും കൊണ്ടുപോകാം. വാ, നെക്സ്റ്റ് വൺ ഈസ് ലാസ്റ്റ് വൺ. ഏതാ ലാസ്റ്റ് വൺ? ബൈനറി ഓഫ് അല്ല, ചൂസ് കോംപ്ലിമെന്റ് ആണ്. ചൂസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു നമ്പർ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നോ ചേഞ്ച്. നെഗറ്റീവ് ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി വൺസ് കോംപ്ലിമെന്റ് കാണണം. വൺസ് ഈ ചെയ്ത മെത്തേഡിൽ കാണും. വൺസ് കോംപ്ലിമെന്റ് കണ്ടിട്ട് അതിനോട് കൂടെ 1 ആഡ് ചെയ്യുക. ആഡ് 1 to the വൺസ് കോംപ്ലിമെന്റ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് 35 എന്നാണ് തന്നത്. 35 എന്നെ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബൈനറി ഓഫ് 35 കാണും. 35ൻ്റെ ബൈനറി ജസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സോ ഇതാണ് ബൈനറി. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? വൺസ് കോംപ്ലിമെന്റിലേക്ക് മാറ്റണം അല്ലേ. എനിക്ക് പോസിറ്റീവ് 35 ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഈ നമ്പർ ഇതേപോലെ അങ്ങോട്ട് എഴുതിയെടുക്കാം. നെഗറ്റീവ് 35 കാണണമെങ്കിൽ 35 കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി വൺസ് കാണണം. വൺസ് ഓഫ് -35 കാണണം. വൺസ് ഓഫ് -35 എങ്ങനെ കാണാം? നേരെ 0നെ 1 ആക്കാം, 1നെ 0 ആക്കാം. അപ്പോൾ ആൻസർ ഈസ് 1 1 0 1 1 1 0 0.
എന്നാൽ പിന്നെ അടുത്ത ടാസ്ക് 2's കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2's ഓഫ് -35 എന്ന് പറഞ്ഞാൽ ഈ വൺസിനോട് കൂടെ 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താ ആൻസർ വരിക? 1 1 0 1 1 1 1 എവിടെ? 0 1. യെസ്, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ഇട്ടുതരാം. ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാറേ അവസാനത്തെ ഡിജിറ്റ് 0ക്ക് പകരം 1 ആണെങ്കിലോ? ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇട്ടുതരാം. ഏതെങ്കിലും നമ്പർ എടുക്കാം. ഇപ്പം -46 -46ൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കാണണം. എന്ത് കാണണമെങ്കിലും ആദ്യം എന്ത് ചെയ്യണം? -46 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത് ബൈനറി ഫൈൻഡ് ചെയ്യാം. ബൈനറി ഓഫ് 46 ഫൈൻഡ് ചെയ്യാം. 46ൻ്റെ ബൈനറി എന്താ? സ്വിച്ച് ഇട്ട് നോക്കാം. 1 2 4 8 16 32. 32 വേണം, 8 വേണം. 32 + 8 40 ആണ്. 40 + 4 44 + 2 46. തീർന്നു. സ്റ്റാൻഡേർഡ് എപ്പോഴും 8 ബിറ്റാണ്. 1 2 3 4 5 6 7 8. ഇനി ഇങ്ങനെ പിടിക്കാം. ആദ്യത്തെ മെത്തേഡ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ ഇങ്ങനെ SNME മനസ്സിലാവില്ല. -46 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബിറ്റ് 1 ആവും. അപ്പോൾ ഈ 0 ഉള്ളത് 1 ആവും. ബാക്കിയൊക്കെ അതേപോലെ അങ്ങോട്ട് എഴുതാം. തീർന്നു. ആദ്യത്തെ ബിറ്റ് 1 ആവും. എന്നാ എപ്പോഴും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1's കോംപ്ലിമെൻറ്റ് ഓഫ് -46 കാണാൻ ചോദിച്ചാൽ എന്താ ചെയ്യുക? 0നെ 1 ആക്കുക, 1നെ 0 ആക്കുക. അന്നേരം ഇതിനെ മറിച്ചിട്ടുള്ളത് ഇത് ഓൾറെഡി നെഗറ്റീവിലാണ്. നമ്മുടെ ഒറിജിനൽ നമ്പർ ഇവനാണ്. ഈ ഒറിജിനൽ നമ്പറിനെ ഓപ്പോസിറ്റ് ആക്കുക. സോ ദ ആൻസർ ഈസ് യെസ്, ദാറ്റ്സ് ഓൾ. ഇനി 2's കോംപ്ലിമെൻറ്റ് കാണണം. 2's കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2's കോംപ്ലിമെൻറ്റ് ഓഫ് -46 എന്ന് പറഞ്ഞാൽ 1's കോംപ്ലിമെൻറ്റിനോട് കൂടെ 1's കോംപ്ലിമെൻറ്റ് ഇതാണ് 1's കോംപ്ലിമെൻറ്റ്, ഇതാണ് 1's കോംപ്ലിമെൻറ്റ് അല്ലേ? ഈ 1'സിനോട് കൂടെ ജസ്റ്റ് 1 ആഡ് ചെയ്യാം. ഓർത്ത് വെച്ചോ, 1ഉം 1ഉം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 2 ആണ്. പക്ഷേ 2 എന്ന് പറയാൻ പാടില്ല. കമ്പ്യൂട്ടർ സയൻസിൽ 1ഉം 1ഉം ആഡ് ചെയ്താൽ 1 0 എന്നാണ്. അപ്പോൾ ഈ 1ഉം 1ഉം ആഡ് ചെയ്താൽ 0 ക്യാരി 1. ആ 1ഉം 0യും 1 0 0 1 0 1 1. ദാറ്റ്സ് ഓൾ. സെറ്റ് അല്ലേ? സോ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യും. ഞാൻ 037963611 ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പക്കായിട്ട് പോസിറ്റീവ് നമ്പർ ഉണ്ട്, നെഗറ്റീവ് നമ്പർ ഉണ്ട്, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഒന്ന് ചെയ്തിട്ട് അയച്ചു തരും. ഇല്ലേ? ഓക്കെ.